പാർലമെന്റിലെ ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യമുണ്ട്. രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ശബ്ദം പോലും പുറത്ത് കേൾപ്പിക്കാതിരിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. 18ാം ലോകസഭയിൽ നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ പ്രതിപക്ഷം നിരന്തരം ഇടപെടുകയും തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. 10 വർഷത്തെ പാർലമെന്റ് അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് നരേന്ദ്രമോദി 2024 ആദ്യത്തെ പാർലമെന്റ് പ്രസംഗം നടത്തുമ്പോൾ ഉണ്ടായത്. എന്റെ ഫിഗർ, എന്റെ ശബ്ദം എന്ന് മാത്രം ചിന്തിക്കുന്ന പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ആലോചിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറമുള്ള കാര്യമാണ് പാർലമെന്റിൽ നടന്നത്. തന്റെ ശബ്ദത്തിനും തന്റെ വാക്കുകൾക്കും ഇന്ത്യൻ ജനതയിൽ സ്വീകാര്യത കുറയുന്നു എന്ന ഒരു നിരാശ കൂടി ആ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും അദ്ദേഹത്തിന്റെ പ്രസൻസും സോഷ്യൽ മീഡിയയിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ കവർ ചെയ്യപ്പെടുന്നു. ആ ദുഃഖവും നരേന്ദ്രമോദിക്കുണ്ട്. പോളറൈസേഷൻ ആൻഡ് പോപ്പുലാരിറ്റി രണ്ടും നരേന്ദ്രമോദിയുടെ കൂടപ്പിറപ്പാണ്. ഇന്ത്യയിലെ ഡിവൈസീവായ പൊളിറ്റിക്സ് വലിയ രീതിയിൽ നടപ്പാക്കുമ്പോഴും നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റിക്ക് കഴിഞ്ഞ 10 വർഷവും ഇടിവ് സംഭവിച്ചിരുന്നില്ല. തൻ്റെ ജനപ്രിയതയും അതോടൊപ്പം ഡിവൈസീവായ വിഭജന രാഷ്ട്രീയവും ഒരേപോലെ പയറ്റുന്ന ആളാണ് നരേന്ദ്രമോദി. 2024 3ാം തവണ അധികാരമേറ്റെടുത്തത് മുതൽ നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റി കുത്തനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. BJP IT സെല്ലിനും ഗോദി മീഡിയകൾക്കും BJPയുടെ വലതുപക്ഷ പ്രൊഫൈലുകൾക്കും ഈ പരാതിയുണ്ട്. യൂട്യൂബിൽ ധ്രുവ് റാത്തിക്ക് കിട്ടുന്ന റീച്ച് നരേന്ദ്രമോദിയെ അസ്വസ്ഥമാക്കുന്നു. 2010 മുതൽ എമർജ് ചെയ്തു വന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ സമർത്ഥമായി ഇമേജ് ബിൽഡിങ്ങിന് ഉപയോഗിച്ച ആളാണ് നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന കവറേജ് അവരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നു. നരേന്ദ്രമോദി പോപ്പുലാരിറ്റി ഡിക്ലൈൻ, അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയുടെ പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏകാധിപതികൾക്ക് സംഭവിച്ച പതനം തന്നെയാണ് നരേന്ദ്രമോദിയെയും കാത്തിരിക്കുന്നത്. മറ്റു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.